ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇരുമ്പൻ പുളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇവിടെ എറണാകുളത്ത് ഇതിന് ചെമ്മിപ്പുളി എന്നാണ് പറയുന്നത്. ഇരുമ്പൻ പുളി, ഇലുമ്പൻ പുളി, ചെമ്മിപ്പുളി, ഓർക്കാപ്പുളി അങ്ങനെ പല പേരിലാണ് ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മിപ്പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ടതിൻ്റെ ഞെട്ടും അടിയിലെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ടിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നീളത്തിൽ 4 മുറിച്ചും അച്ചാർ ഇടാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ച പുളിയിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 മാസത്തിനുള്ളിൽ ഈ അച്ചാർ ഉപയോഗിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിയാവും. അതിൽ കൂടുതൽ നാൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഒഴിച്ചെടുക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 ഉണ്ട വെളുത്തുള്ളി അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനും കളറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പുളിയും ഉപ്പും എരിവൊക്കെയുള്ള അച്ചാറായതുകൊണ്ട് ഈ രുചികളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത്രയും പഞ്ചസാര ചേർത്തത് കൊണ്ട് ഈ അച്ചാറിന് സ്ലൈറ്റ് ഒരു മധുരം ഉണ്ടാവും. അത് നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പുളി ഡയറക്റ്റായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അച്ചാറിന് നല്ല പുളി ഉണ്ടാവും. ചിലർക്ക് അത്രയും പുളി താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് പുളി കുറഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ആ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പുളി 1-2 പ്രാവശ്യം ഒന്ന് കഴുകി വാരിയെടുക്കുക. എന്നിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ പുളി അച്ചാറിന് ഉണ്ടാവുകയുള്ളൂ. അധികമായിട്ടുള്ള ആസിഡ് കണ്ടൻറ്റ് പോയി കിട്ടും. ഞാനിവിടെ 1-2 പ്രാവശ്യം കഴുകി വാരിയെടുത്ത പുളിയാണ് ചേർത്ത് കൊടുത്തത്. കഴുകിയാലും മുഴുവൻ പുളിയൊന്നും പോവില്ല കേട്ടോ. ആവശ്യത്തിന് പുളി ഈ അച്ചാറിന് ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ്, പുളി, എരിവൊക്കെ പാകമാണെന്ന് നോക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയ ശേഷം ചില്ല് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഇരുമ്പൻ പുളി അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.